ഹലോ ഫാമിലി, രാവിലെ എണീറ്റ് മീൻ മേടിക്കാൻ പോണേണ്. കൊച്ചിയിലേക്ക് പോവാണ്. കൊച്ചിയിൽ ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇത്രയും നാളായെങ്കിലും എനിക്ക് കൊച്ചിയിലുള്ള മീനാണ് ഫ്രഷായിട്ട് തോന്നുന്നത്. അന്ന് പോയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ മേടിക്കണ തട്ടുകളിലൊക്കെ വീഡിയോ ഇടാം കേട്ടോ. എടുക്കാൻ പറ്റുമെങ്കിൽ കേട്ടോ, എടുക്കാൻ പറ്റും എന്നാണ് കരുതുന്നടാ. നമുക്ക് കൊച്ചിയിൽ പോവാം, പെട്രോൾ അടിക്കാൻ കയറിയേക്ക് പോവാം. രാവിലെ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ചേട്ടന്മാരെ തട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബീച്ചിന്റെ ഭാഗത്ത് കുറച്ച് ഉണ്ട്, ചുണ്ടിലൂടെ തടിപ്പുണ്ട്, എന്തോ കടിച്ചു. അപ്പൊ അങ്ങ് അവിടെ ചെന്നിട്ട് കാണാട്ടാ. ഉണ്ടോ? ഉണ്ടായാൽ മതി, ആധാരം കൊടുക്കണ വില ചോദിക്കുമെന്ന് അറിയത്തില്ല. ഈ സാധനത്തിലേക്കല്ലേ ഇത്രയും വില. ഞാനിട്ട പാവട പാൻറ്റിന് ഇവര് ആധാരം കൊടുക്കണ വില പറയും. ഇവര് നന്നാക്കി തരോ? ഇവരോ? ഈ വലിയ മീനൊക്കെ ഉണ്ടല്ലോ, കണമ്പ്. ഇത് മറ്റേ ഇതിനെന്താണ്, എന്ത് കണമ്പിലെടുത്തോ? ഇത് മറ്റേ മീനല്ലേ? എന്നാണ് ഈ മീൻ്റെ പേര്? കതിരാനല്ലേ? കതിര. ഇതിന്റെ തല ഇങ്ങനെ വെക്കോ? മറ്റേ ഈർക്കല്ലി കുത്തിയില്ലെങ്കിൽ ഇത് ചുരുങ്ങിപ്പോ, സങ്കടം വരും ഇതിന്റെ കോലം കാണുമ്പോ. ഇതിന് എത്ര രൂപയായിരുന്നു? 4 എണ്ണത്തിന് 350 രൂപ. കരിമീനോ? ആണോ ചേട്ടാ? കരിമീൻ എത്രയുണ്ട്? കരിമീൻ പക്ഷെ ചെത്തിത്തരുമോ? കരിമീൻ എത്രയുണ്ട്? എന്താണ് ഈ കരിമീൻ, വല്ല കുഴപ്പമുണ്ടോ? മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ്? ഇതിന് ചെളിച്ചോവി ഉണ്ടാവും. ഇതിന് വില എത്രയുണ്ട്? ഇത് മറ്റേ ചെത്തിത്തരോ? ഈ ഏറ്റവും വലുത് വേണ്ട, മീഡിയം സൈസ് മതി. അത് എനിക്ക് മീൻ വേണമെങ്കിൽ എടുത്തോളാ വീട്ടിലേക്ക്. 1 കിലോ 4. ഇതിന് ചേട്ടന് കൂടുതൽ ഇടാൻ തോന്നണല്ലേ? ഈ മീന് ഇടാൻ തോന്നണല്ലേ ആ മീനില്? അവസ്ഥ സംഭവം എല്ലാം ഫ്രഷാണ്. ഇവന്മാരങ്ങനെ ഫ്രഷാണെന്ന് ഞാൻ പറയൂല, പക്ഷെ അവന്മാര് ഫ്രഷാണ്. നമ്മളങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു. അതില് ഞാൻ ആ വലിയ ചെമ്മീനില്ല, വലിയ ചെമ്മീൻ ഞാൻ പറയുന്നതാവും കൊഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അതിനെല്ലാം തോന്നണം, എനിക്കറിയില്ല അതിന്റെ പേര്. അത് വാങ്ങിച്ചൊരു 1/2 കിലോ, ഒരു 3-4 കണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല വിലയുണ്ട് കേട്ടോ. വിലയുടെ അല്ല, നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് മീൻ എന്തെങ്കിലും വാങ്ങിക്കണം. വല്ലപ്പോഴും നമുക്ക് വാങ്ങിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ ഇത് വന്ന് വാങ്ങിക്കാം. കണമ്പ് വാങ്ങിച്ചു. കണമ്പ് 1 കിലോ ഏകദേശം ഒരു 600 ആയിട്ടുണ്ട്. പിന്നെ കൂരി കണ്ടിട്ടാണ്, മുട്ടക്കൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ കാലമായി അത് കഴിച്ചിട്ട്. നല്ല ഫ്രഷ് ആയിരുന്നു, ഇങ്ങനെ പെട്ടക്കണായിരുന്നു. അതെന്താണ് നല്ല വില കുറവുണ്ടായിരുന്നു. 200 രൂപ കണ്ട് 1 കിലോ ഉള്ളൂ. പുള്ളി അപ്പോൾ അതിൻ്റെ കൊമ്പും ജില്ലയൊക്കെ കട്ട് ചെയ്ത് തന്നു. നമുക്ക് പെണ്ണുങ്ങൾക്കൊരു കുഴപ്പമുണ്ടല്ലോ, എത്ര കട്ട് ചെയ്ത് കിട്ടിയാലും. ഞാൻ ക്ലീൻ ചെയ്ത് മേടിച്ചുള്ളൂ. ഇനി അത് വീട്ടിൽ ചെന്നിട്ടെന്നാൽ ഉരച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങനെ. പിന്നെ കരിമീൻ എടുത്തായിരുന്നു. കരിമീൻ നിങ്ങൾ കണ്ടില്ലേ, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഒറിജിനൽ കരിമീനെ നമ്മൾ എടുത്തായിരുന്നു. പിന്നെ എന്താണ്, എന്തുന്നാടാ, ഏടൂരിയല്ലല്ലോ, എന്തു സാധനം ഒരു മീൻ ഞാൻ ആദ്യം കാണിച്ചത്, അതിൻ്റെ പേര് മറന്നുപോയല്ലോ. അതും നല്ല ഫ്രഷ് ആയിരുന്നു. അത് 1 കിലോ എടുത്തു. അതും 600-700 ആയി. 12,000 സംതിങ് ആയി. 3-4 ഐറ്റം. പക്ഷെ ഇതിൽ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ കൊണ്ടുപോയിട്ട് വെക്കുന്നത് ഇനി ഫ്രിഡ്ജിലേക്കായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ വന്നത് പ്രശാന്താണ്. പ്രശാന്ത് എന്ന് പറയുന്നത് എൻ്റെ കോമഡി എന്ന് പറയുന്നത്. പ്രശാന്തിനോടാണ് ഞാൻ നിന്നെ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. പ്രശാന്ത് 2009 ഞാൻ ആദ്യമായിട്ട് 2 വീലർ എടുക്കുന്നത് കേട്ടോ. 2 വീലർ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ, അതായത് എൻ്റെ എക്സ്, 2 വീലറിന് എന്നെ ഓഫീസിലാക്കി തരും. ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പുള്ളി ആക്കി തരും. അപ്പോൾ
തിരിച്ച് വീട്ടിൽ പോകണ്ടേ, എനിക്ക് ഒട്ടുക്കത്ത പേടിയായിരുന്നു. അതായത് നമ്മള് തുഴഞ്ഞ് വീട്ടിൽ പോവില്ലേ, അതുപോലെയാണ്. പക്ഷെ എന്നിട്ട് പാവത്താൻ എന്റെ പുറകെ വന്നിട്ട് വീട് എത്തണ വരെ തെണ്ടിച്ചാവൂല അവന്റെ പോള വന്നത്, ഞാൻ അവിടെ എത്തിയെന്നറിയാനായിരിക്കും. ഓക്കെ, അപ്പൊ വീട് എത്തണ വരെ പുള്ളി പുറകെ വരും. എന്നിട്ട് അവന് പുറകെ വന്ന് ക്വാർട്ടേഴ്സിലാക്കി തരും. അന്ന് പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. അപ്പോൾ അവനാക്കി തരും. പിന്നെ തിരിച്ച് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിക്കണ്ടേ, അപ്പൊ തിരിച്ച് ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഇവൻ വന്നിട്ട് മുമ്പിലോ ബാക്കിലോ ആയിട്ട് വരും. ലാസ്റ്റ് ഗതി കിട്ടിട്ടേ ഒരു ദിവസം ഇവൻ പറയുവാണേ, ആ സൈക്കിളുകാരൊക്കെ പോണിട്ട് കൊതിയാവണെന്ന്. അപ്പോൾ അവനിന്ന് കണ്ടപ്പോൾ അത്രയും പേടിച്ച ആളിങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് നടക്കണമെന്ന് ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ്, ഇതെല്ലാം ഞാൻ പലരോടും പറയാറുണ്ട്. എന്നെ പരിചയമുള്ളവർക്കൊക്കെ ഈ 2 വീലർ ഓടിക്കണ കാര്യം പറയുമ്പോൾ പ്രശാന്തും പറയാറുണ്ട്. അപ്പോൾ ചില ഫ്രണ്ട്സിനെ നമ്മൾ എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിലും വർഷത്തിലൊരിക്കൽ വിളിച്ചാലും വർഷത്തിലൊരിക്കൽ കണ്ടാലും മതി. അപ്പം അവനുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ അവരോടുകൂടി പറഞ്ഞത്, ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ലടാ, ഞാൻ അത്ര ഇതില്ലാത്തൊന്നുമല്ല. കുറേ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല, അതങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾക്ക് തുടക്കം കിട്ടുന്നതും ചില സംഭവങ്ങൾ വന്നാലും നമ്മൾ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ. അതിലൊരാളാണ് പ്രശാന്ത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വീട്ടിൽ ചെന്നിട്ട് ഇനി എന്തൊന്നും നമ്മളെ ചെമ്മീനെ കീർക്കല്ല് കുത്തിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മീനൊക്കെ മേടിക്കണവർ അവിടെ പോയിക്കോട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രശാന്തിനെ വിളിച്ചാൽ മതി, അവൻ കൊണ്ടുപോയി കാണിച്ചൊക്കെ തരും. ഇച്ചിരി വിലയൊക്കെ ആവും, പക്ഷെ അതുപോലെയാണ്, ഫ്രഷ് ആണ്. അവിടെ നിന്ന് നേരെ പിടിച്ച് കിട്ടുന്ന മീനാണ്, ഒട്ടും പൈസ ഒന്നും ഇടാത്തതൊക്കെയാണ്.